ഹലോ, കുറെ നാളത്തേക്ക് ശേഷമാണ് ഇപ്പൊ ഒന്ന് എന്റെ കെട്ടിയാനൊന്ന് മുടിയൊന്ന് വെട്ടാൻ വേണ്ടി പോയേക്കണത്. ഇത്ര നാളെ എങ്ങനത്തെ അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോ ഞാൻ കാണിച്ചു തരാം. ഹെൽമെറ്റ് ഒന്നും ഊരിയിട്ടില്ല, വണ്ടിയിൽ നിന്ന് ആൾ ഇറങ്ങിയിട്ടുമില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാവേ. ഒന്ന് നോക്കിയേ. നിങ്ങൾക്കറിയാലോ എന്നെ കെട്ടിയതിന്റെ മുടി എങ്ങനെയായിരുന്നുള്ളത്. അല്ല, അപ്പൊ ഞാൻ നോക്കിയായിരുന്നു യൂട്യൂബില് മുടിയില്ലാത്ത. അല്ല, ഞാൻ നോക്കിയിട്ടാണ് പോയത്. മുടിയില്ലാത്ത ആൾക്കാർ എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വെട്ടിയാൽ ഭംഗി ഉണ്ടാകും എന്നുള്ളതൊക്കെ ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയായിരുന്നു. പക്ഷെ എടാ കൈമാറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. ഇതായിരുന്നു എനിക്ക് തോന്നുന്നത്. മറ്റേനേക്കാൾക്കുള്ള അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്നതാണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് പറയണം, കമൻറ്റ് ചെയ്യണം ഏതാണെന്ന് വെച്ചാൽ. ഇപ്പോഴാണ് ഒന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് സുന്ദരനായേക്കണെന്ന് തോന്നണ്. അപ്പൊ ഇനി വല്ലതും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം. അങ്ങനെ സോണി കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലുക്കായില്ലേ? ഇനി അതേപോലെ തന്നെ അടിപൊളിയായി. ഇപ്പൊ നോക്കി, നേരത്തെ ഭരത് ഗോപിനെ പോലെ നിർണയിച്ചത്. ഇപ്പൊ നോക്കി, അപ്പൊ ഞങ്ങ ഇന്ന് രാത്രിത്തൊക്കെ ഭക്ഷണം വെച്ചേക്കണത് യൂട്യൂബിനൊക്കെ വരുമാനം കിട്ടിട്ടോ. മറ്റേ സുജിത്തില്ലേ, ആലപ്പുഴയുള്ള സുജിത്ത്, മറ്റേ ഫാർമർ, പുള്ളിനെ കൊണ്ട് കുറെ മുടിയൊക്കെ കൃഷി ചെയ്യിപ്പിക്കാനാണ്. പുള്ളി നല്ല നാച്ചുറൽ വളമൊക്കെ ഇട്ട് കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുള്ളിയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് മറ്റേ വെണ്ട വിത്തും ചീര വിത്തൊക്കെ പിടിപ്പിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം. അതെ അതെ. അല്ല, അങ്ങേർക്ക് കിട്ടുമ്പോ തന്നെ സന്തോഷവും. പുള്ളി ഇങ്ങനെ നല്ല വളക്കൂറുള്ള സൂര്യകാന്തി കൃഷി വരെ നടത്തിയാണ്. അപ്പൊ പുള്ളി ഇതിലെന്തെങ്കിലും ചെയ്ത് തരുമായിരിക്കും. ചോദിക്കണം. അല്ല, വിളിച്ച് നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു കാണുന്നു ഗൈസ്. ഈ ബുള്ളറ്റിന്റെ ഒക്കെ മുടി പോലെ ഇപ്പൊ വെക്കണം. ഏതായാലും ആഗ്രഹമുണ്ടോ? സാമ്പത്തികം വേണം, സാമ്പത്തികം. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. രാത്രിയിൽ ഞങ്ങൾ വെച്ചേക്കണത് പുട്ടും ഇഷ്ടവുമാണ്. പുട്ടും പുഴുങ്ങിറച്ചിക്കണെങ്കിൽ സെറ്റായിരുന്നു. പുട്ടും എരിവിറച്ചിയാണെങ്കിലും സെറ്റായിരുന്നു. കുറച്ച് ഇറച്ചിയെടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതെടുത്ത് മമ്മി എടുത്ത് ഇഷ്ടമാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ഒരു കാര്യം അതെ. പിന്നെ അതേപോലെ തന്നെ വിന്താലി ഇറച്ചിയുണ്ട്. അതിനെ പറയണത് പപ്പാതി ഇറച്ചി എന്നൊക്കെയാ പറയണത്. എന്താണെന്ന് പറയണതൊക്കെ എന്ന് വെച്ചാൽ കമന്റ് ഒക്കെ ഇട്ടിട്ടാ. കൊച്ചി സ്റ്റൈൽ അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു വരുള്ളൂ പറയണമെങ്കിൽ തന്നെ. അതൊക്കെ വഴിയെ കാണിച്ചൊക്കെ തരാം, മമ്മിനെ കൊണ്ട് വെപ്പിച്ചിട്ടൊക്കെ കാണിച്ചൊക്കെ തരാം. അപ്പൊ ഞങ്ങൾ സോണി പറഞ്ഞ പോലെ കൊറേ നേരം നോക്കി. അതെ, ഞങ്ങൾ പ്രാർത്ഥനയല്ലേ ആ സമയത്തായിരുന്നു സോണി മുടി വിട്ടാൻ വേണ്ടി പോയത്. കൊറേ നേരം നോക്കി നിന്ന്. പുള്ളിക്ക് കൺഫ്യൂഷൻ മുടി കണ്ടപ്പോഴത്തേക്കും, ചേട്ടാ ഞങ്ങളെ കളിയാക്കേണ്ടി വന്നാണ് ഇതെവിടെ വെട്ടണ്ടേന്ന്. അങ്ങനെ അവര് ഓരോ മുടിയും പെറുക്കിയെടുത്ത് വെട്ടുവന്നപ്പോഴത്തേക്ക് നേരെ. അതെ, കൊറേ ഞാനത് വേഗം കഴിയുമെന്ന് ഓർത്തെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ കൂട്ടത്തിലൊരു പപ്സും വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കാണിച്ചു തരാം വഴി. പപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മുട്ടയൊന്നല്ല, അതും ബീഫ് തന്നെയാണത്. അപ്പൊ കാണിച്ചു തരാം. കഴിഞ്ഞ മാസം മൊത്തം നോൻപായിരുന്നു, ഫുൾ വെജായിരുന്നു. ഇപ്പൊ നോൻപ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത് ഫുള്ളായിട്ട്. അതായത് ഇറച്ചി മാംസമായിട്ടുള്ള സകല സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് അങ്ങനെയുള്ള നോൻപായിരുന്നു. നാണുമില്ല, എല്ലാത്തിനും ഞാനും കയറി പറയണ്ട. ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാ മടിയന്മാരെ കാണിച്ചു തരാട്ടാ. നിർത്തിയിട്ടൊന്നുമില്ല, കാണിച്ചില്ല. അപ്പോ നോക്കൂ, ഇത് കണ്ട പപ്സ്, ബീഫിന്റെ പപ്സ്, പുട്ട്, അരിപ്പുട്ട്, സ്റ്റൂ കോമ്പിനേഷൻ കുഴപ്പമില്ല, ടേസ്റ്റാ. നിങ്ങളൊന്നും ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടോ. സ്റ്റൂവും പുട്ടും കൂടെ
ഞാൻ ചുമ്മാ പറഞ്ഞ കോമ്പിനേഷൻ ഒന്ന് അടിപൊളിയാണ്. സോണിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളാണ്. വെറൈറ്റി ഫുഡാണ്. കൊച്ചിക്കാർ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കും. നിങ്ങൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല. കഴിക്കണൊക്കെ ഇതിനായിട്ട് കടവേന തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കൊച്ചി ഇങ്ങനത്തെ കുറെ കടകളുണ്ട്. പുട്ടും സ്റ്റൂവും പുട്ടും പുഴുങ്ങി കറി അങ്ങനെ പുഴുങ്ങി ഇറച്ചിയൊക്കെ ഇടും. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.